പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിനുമേലെയും എന്ന്. Amen. Hallelujah. It's clearly saying that any powers of the snakes or the scorpions or any principalities. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാലങ്ങളുമായി ഹല്ലേലൂയ ജീവിതത്തിന് മേലെ വ്യാപരിച്ചിരിക്കുന്ന ഹല്ലേലൂയ ദുഷ്ടാത്മാവിന്റെ ശക്തികൾ പുറത്തു പോകുന്നത് എനിക്ക് ആത്മാവിൽ കാണുവാൻ കഴിയുന്നു. I can see in the spirit of the Lord some of the things that was been generationally it was been going on within us. പാമ്പുകളും തേളുകളും തമ്മിൽ പ്രത്യേകതയുണ്ടത്രേ. Snakes and scorpions have got something. പാമ്പ് നമ്മുടെ ശരീരത്തിൽ ചുറ്റിയാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. കാരണം അതിങ്ങനെ ഇളകി നമ്മുടെ ശരീരത്തിന് മേലെ ഇഴകി നടക്കും. When the snake come upon you, it will be a difficult thing that you won't be happy about it. അത് നമ്മൾ നീക്കി മാറ്റുവാൻ ശ്രമിച്ചാലും അത് ഇഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കും. ഒരു സൈഡിൽ നമ്മൾ ഒഴിച്ചു വിടുമ്പോൾ അത് മറ്റൊരു സൈഡിൽ നിന്ന് ഇഴഞ്ഞ് നമ്മുടെ ശരീരത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. It start to bind us or bound us around, then it will be that slithery feeling around our body. When you try to take it off from one side, it will be tightening in the other side. എത്രത്തോളം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കും. Even if you try to remove that feeling or the experience, it will try to come back again. അത് പാരമ്പര്യമായിട്ടുള്ള ചില ശാപങ്ങളെ കാണിക്കുന്നു എന്ന് വചനം പറയുന്നു. It's showing that some of the curses, generational curses that you have തേളുകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, what does the scorpions do? തേൾ ഒറ്റ പിടുത്തം പിടിക്കും. ആ പിടി ഭയങ്കര മുറുക്കമായിരിക്കും. ആ ഏരിയ കൊണ്ടേ അത് പോകത്തുള്ളൂ. They will be holding on your body, but if they hold on to them, they will take that with them. They won't leave you. അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. It is difficult for us to remove the scorpion. അത് ലോകത്തിന്റെ ചില ചിന്താഗതികൾ എന്ന് വചനം പറയുന്നു. That is symbolizing the thoughts of the world. കാരണം ലോകത്തിൻ്റെതായ ചില ചിന്താഗതികൾ, മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പറിച്ചറിയുവാൻ വളരെ ബുദ്ധിമുട്ടത്രേ. So the thoughts of the world is trying to overcome your heart, your peace. Then it's so difficult to overcome the thoughts. എന്നിട്ട് അടുത്തതിൽ പറയുന്നത് ശത്രുവിന്റെ സകല. So every evil powers of every principalities of the demonic principalities. ഈ ലോകത്തിന്റെ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തി ചവിട്ടുവാൻ ശ്രമിക്കുന്ന, മറ്റുള്ളവർ നമ്മൾക്ക് മേൽ ഹല്ലേലൂയ പണിയപ്പെടുവാൻ ശ്രമിക്കുന്ന ചില ബിൽഡിങ്ങിന്റെ കെട്ടുകള്, ഇങ്ങനെയുള്ളതിലെ ചിലതിനെ ഹല്ലേലൂയ ഇടിച്ചു കളയുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. So when someone trying to build up something on you from the world, trying to build up something, the worldly people, so difficult to destroy that. കാരണം നിങ്ങൾക്കറിയില്ല പലതരം സിമെന്റുകളും കട്ടകളും ഈ ലോകത്തിൽ നിന്ന് കിട്ടും. There are different types of bricks and cement and everything is available in the world. നല്ല പണിക്കാരനാണെങ്കിൽ അവൻ നല്ലപോലെ കുഴച്ച് ഒരു കാലാവസ്ഥയിലും തകരപ്പെടാത്ത വിധത്തിൽ പണിയുവാൻ ശ്രമിക്കും. You are a good person, good builder. You will be mixing it in the right amount. You will be building the building in the right way. എന്നാൽ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നത്, ഇപ്രകാരം പണിയപ്പെട്ട ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ജെറിക്കോ മതില്. എന്നാൽ ദൈവ മക്കൾ അതിന് ചുറ്റും നടന്നപ്പോൾ അത് തകർന്നു വീഴുകയും. Amen, amen, amen. We know that the wall of Jericho was built up like that. But the children of God walked around according to the voice of the Lord. It was being abolished